ഈ ദിവസത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷനുമടക്കമുള്ളവർ പങ്കെടുക്കും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, എപ്പോഴാണ് ഈ യോഗം ചേരുന്നത്? ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ടകൾ? അതിര, ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്നലെ പുലർച്ചയോടുകൂടി 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നടത്തിയിരുന്നു. ആ തിരിച്ചടിക്ക് പിന്നാലെ തന്നെ സർവകക്ഷി യോഗം ഇന്ന് ചേരും എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. രാവിലെ 11 മണിയോടുകൂടി പാർലമെന്റ് മന്ദിരത്തിലെ ലൈബ്രറി കെട്ടിടത്തിലുള്ള G074 എന്ന കെട്ടിടത്തിലായിരിക്കും സർവകക്ഷി യോഗം ചേരുക. പ്രധാനമായും സർവകക്ഷി യോഗം കൊണ്ട് ലക്ഷ്യം ഇടുന്നത് പാകിസ്ഥാനെതിരായ ആക്രമണം, അതുപോലെ തന്നെ ഭീകരവാദത്തിനെതിരായ ആക്രമണം എന്നിവയിൽ പ്രതിപക്ഷ പാർട്ടികളുടേതടക്കമുള്ള സർവസമ്മതമായ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് സർവകക്ഷി യോഗം കൊണ്ട് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും സർക്കാർ തിരിച്ചടി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായി മാത്രമല്ല, പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രകോപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് തിരിച്ചടി നൽകണം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അതൊരു നിശ്ചിതമായ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് മറ്റ് പ്രതിപക്ഷ അംഗങ്ങളുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും കൂടി പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ഈ സർവകക്ഷി യോഗം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കാളികളാകും. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടേതടക്കമുള്ള ഘടക കക്ഷികളും സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമാവും. പ്രധാനമായും 2 കാര്യങ്ങളാണ് അജണ്ടയിലുള്ളത്. ആദ്യത്തേത്, രാജ്യം ഇനി സ്വീകരിക്കേണ്ടുന്ന നയതന്ത്ര നടപടികളും സുരക്ഷാ നീക്കങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇത്ര നേരം അല്ലെങ്കിൽ ഇത്ര ദിവസം പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഭീകരവാദത്തിനെതിരായ അല്ലെങ്കിൽ ഭീകരവാദം തടയുന്നതിനാവശ്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടാവാഞ്ഞതിനെ തുടർന്നാണ് ഒരു ആക്രമണ മോഡിലേക്ക് അല്ലെങ്കിൽ ഒഫൻസീവ് മോഡിലേക്ക് ഇന്ത്യ മാറിയത്. അതിനാൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതടക്കം വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ തുറമുഖങ്ങളും മറ്റ് അതിർത്തി ഗ്രാമങ്ങളിലെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നയതന്ത്രപരമായി പാകിസ്ഥാനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതുണ്ട്. നിലവിൽ നയതന്ത്ര തലത്തിൽ വെള്ളം തടയുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള വ്യോമപാത ബഹിഷ്കരിക്കുന്നതും അടക്കമുള്ള നിരവധി നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം? പാക് പൗരന്മാരെ തിരിച്ചയക്കുന്നതും അതുപോലെ തന്നെ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകുന്നതും അടക്കമുള്ള നയതന്ത്ര നടപടികൾ സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ കരാറുകൾ റദ്ദാക്കുകയും പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കുകയും അത്തരത്തിൽ കൂടുതൽ നയതന്ത്രപരമായ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ഒരു വശത്ത് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തിയിലും ഇന്ത്യയിലെ തന്നെ തന്ത്രപ്രധാനമായ പല ലക്ഷ്യങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത, പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ഭീകരവാദികളിൽ നിന്നും ആക്രമണം ഉണ്ടാകാൻ ഈ തിരിച്ചടി നൽകിയതിന് ഒരു പ്രതികാര നടപടി ഈ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതിനെതിരായ സുരക്ഷാ നീക്കങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ മുന്നറിയിപ്പുകൾക്ക് ശേഷവും തുടർച്ചയായ നിരവധി തിരിച്ചടികൾക്ക് ശേഷവും നിയന്ത്രണ രേഖയിലും അതുപോലെ തന്നെ പാക് അധീന കശ്മീരിലും പാകിസ്ഥാൻ ഈ ആക്രമണങ്ങളും അതുപോലെ തന്നെ ലംഘനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ഉള്ള പ്രകോപനങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ മറുനീക്കം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഉള്ള ചർച്ചയും ഇന്ന് നടക്കും. പാകിസ്ഥാൻ സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. പാകിസ്ഥാനിലെ അതുപോലെ തന്നെ എംബസിയുമായും എംബസി ഉദ്യോഗസ്ഥരുമായും
ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് ഇരു രാജ്യങ്ങളും അറിയിച്ചത്. ആ ഒരു കാര്യത്തിൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിലും ഇന്ന് ചർച്ച നടക്കും. എന്തായാലും 11 മണിക്ക് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചാണ് സർവകക്ഷി യോഗം. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ചേരുക. ഈ യോഗത്തിൽ ഇനി തുടർന്ന് അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം ഒരു തീരുമാനമാകും. സംഘർഷാവസ്ഥയിൽ അയവ് വരുത്താനുള്ള ശ്രമങ്ങളാണോ നടക്കുക, മറ്റു കാര്യങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി പ്രതീക്ഷിക്കാം മുതലായ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് ഒരു കുറച്ചുകൂടി വ്യക്തത വരും. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വസതിയിലെത്തി കാണുകയും ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എത്ര കണ്ട് ഫലപ്രദമായിരുന്നു, ദൗത്യം വിജയകരമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തുടർ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്തിരുന്നു. ആ രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും തീരുമാനങ്ങളും കൂടി ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പുറത്തുവിടും. ശരി അതുല്യ, ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് അധ്യക്ഷനുമടക്കമുള്ളവരാണ് പങ്കെടുക്കുന്നത്. യോഗം 11 മണിക്ക് പാർലമെന്റിലെ ലൈബ്രറി കെട്ടിടത്തിലാണ് നടക്കുന്നത്. രാജ്യം സ്വീകരിക്കേണ്ട നയതന്ത്ര നടപടികളും സുരക്ഷാ നീക്കങ്ങളുമാണ് പ്രധാന അജണ്ട. അതിർത്തിയിൽ തുടരുന്ന പാക് പ്രകോപനത്തിലെ തുടർ നീക്കങ്ങളും ചർച്ചയാകും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും.